ബാക്ക് ടു കോസ്മിക് കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോൾ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഉണ്ട്, നോങ്ങല്ലൂര് വീട്ടിലും കുറച്ചുണ്ട്. അപ്പൊ രണ്ടും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. അതാ ഇതുണ്ട്, പിന്നെതാ ഇതാ ഇത്രയുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറെ ഇനിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇതാ, അതിന് വോയിസ് ഓവർ കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഈ അടുത്ത് മേടിച്ചൊരു സെറ്റാണ് കേട്ടോ. കുർത്ത സെറ്റാണ്. ടോപ്പും പാൻറ്റും വരുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു പ്രിൻറ്റും വർക്കും കാര്യങ്ങളൊക്കെ, നെക്കിൻ്റെ അവിടെയൊക്കെ വരുന്ന പ്രിൻ്റൊക്കെ നോക്ക് എന്ത് രസമല്ലേ കാണാൻ. അതേപോലെ തന്നെ കൈയിൻ്റെ താഴെയും വരുന്നുണ്ട്, ടോപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ടോപ്പ് ഓപ്പൺ ടോപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ പാൻറ്റ് അലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത്. പാൻറ്റിൻ്റെ അടിയിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പാൻറ്റിൻ്റെ അടിഭാഗം കാണാൻ സൂപ്പറാണ്. സെക്കൻഡ് വന്നിട്ട് ഇതേപോലെ ഇതിന് ടോപ്പും പാൻറ്റും ഷാളും വരുന്നുണ്ട് കേട്ടോ. പലാസ പോലത്തെ പാൻറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ കൂടെ കണ്ടിട്ട് ഒരു മണി പോലെയൊക്കെ ഉണ്ടല്ലേ, മറ്റേ അമ്പലത്തിലത്തെ മണി പോലെയൊക്കെ ഉണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. ഇതിന് ലൈനിങ് ഒന്നുമില്ല കേട്ടോ. ടോപ്പിൽ ലൈനിങ് ഒന്നുമില്ല. കൈയിൻ്റെ അടിയിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട്, താഴെ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. എത്ര 600-500 സംതിങ് അതിന് വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. കോംബോ സെറ്റാണ്. കോംബോ അല്ല, ഇങ്ങനെ 3 ടോപ്പ് പാൻറ്റ് ഷാൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. പാൻറ്റ് ഇതേപോലെ പലാസ സെറ്റാണ് വരുന്നത്. പാൻറ്റിൻ്റെ അടിയിൽ മാത്രമേ ഇതേപോലെ വർക്ക് വരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഷാളാണ് കേട്ടോ. ഷാൾ അത്യാവശ്യം ലെങ്തി ഉള്ള ഷാളാണ് കേട്ടോ. ഷാൾ ഇടുന്നവർക്ക് ഇടാം, ഇടണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. നമുക്ക് ഷാൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതേപോലെ പ്ലെയിൻ വല്ല ടോപ്പോ കാര്യങ്ങളൊക്കെ, വൈറ്റ് ടോപ്പും പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനും പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഷാളാണ് കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, 2 ടോപ്പുകളാണ്. പിന്നെ വന്നിട്ട് ഫുള്ള് ബ്ലാക്കും ഇതേപോലെ ഇങ്ങനെ റെഡ് ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. എന്താ പറയുക, കൈയിൻ്റെ അവിടെ ലൈനിങ് ഒന്നും വന്നിട്ടില്ല. ഇതുപോലെ അടിയിൽ ഇങ്ങനെ അമ്പർല കട്ടിങ്ങാണ് വരുന്നത്. ഫുള്ളാണ് കേട്ടോ. ഓപ്പൺ ടോപ്പല്ല, ഫുൾ അമ്പർല ഉടുപ്പ് പോലെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പാൻറ്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇതേപോലെ റെഡ് ടോപ്പിനൊക്കെ പാൻറ്റ് പെയർ ചെയ്യാൻ, നമുക്ക് വേറെ ടോപ്പുകൾക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റിങ് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പാൻറ്റിൽ ലൈനിങ് വരുന്നുണ്ട്, അലാസ്റ്റിക്കാണ് കേട്ടോ പാൻറ്റ് വന്നിട്ട്. സൂപ്പർ പാൻറ്റാണ്. അതേപോലെ ഷാള് ഫുൾ ബ്ലാക്കിൽ ലൈനിങ് ആയിട്ട്, എന്ന് വെച്ചാൽ ലൈനിങ് അല്ല, സൈഡിൽ ഇങ്ങനെ ആ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ പ്ലെയിൻ ടോപ്പുകൾക്കും കാര്യങ്ങളൊക്കെ വെറുതെ പ്ലെയിൻ ബ്ലാക്കും ടോപ്പൊക്കെയാണെന്ന് വെച്ചാൽ അതിന് എന്താ പറയുക, പെയർ ചെയ്യാൻ പറ്റിയ ഷാളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിന് 500 സംതിങ് ആണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇതും വേറൊരു ടോപ്പ് കൂടെ ഉണ്ട്, അത് ഞാൻ വേറെ എപ്പോഴാണ് കാണിച്ചു തരുന്നത്, പറഞ്ഞു തരാം. ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ്. നല്ല സുഖമാണ് ഇത് ഇടാൻ വേണ്ടി. അതിൻ്റെ സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ട്. അതിൻ്റെ പ്രിൻ്റ് ലില്ലിപ്പൂ പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഫുള്ള് റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിയിടാൻ പാകത്തിനുണ്ട്, ഇങ്ങനെ നൂല് പോലത്തെ സംഭവമാണ് കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. പിന്നെ ഹാഫ് സ്ലീവ് അല്ല, ഫുൾ സ്ലീവ് തന്നെയാണ്. പിന്നെ ഈ ഒരു ടോപ്പാണ്ട് വന്നിട്ട്, ഈ ടോപ്പിന് 3 കുടുക്ക് വരുന്നുണ്ട്. ഇതൊരു ഫ്രോക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വേണമെങ്കിൽ പാൻറ്റ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊന്നും അടിയിൽ ഷോർട്ട്സ് പോലെ ഇട്ടിട്ട് ഇതേപോലെ ഫ്രോക്ക് പോലെ തന്നെയായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് പെയർ ചെയ്യാറുള്ളത്. പിന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മുട്ടിൻ്റെ അവിടെ വരെ വരുന്ന കൈയാണ് കേട്ടോ വരുന്നത്. അതും ഞാൻ കുറേ വീഡിയോയിൽ, ഡാൻസ് കളിക്കുന്ന വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇതിൻ്റെ വർക്ക് സൂപ്പറാണ്. ഒരു ഗ്രീനിൽ യെല്ലോ വർക്ക് വരുന്ന, യെല്ലോവും വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതിനൊരു യെല്ലോ പാൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അതെവിടെ പോയിന്ന് എനിക്കറിയത്തില്ല. ഒരു പലാസ പാൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് അംബർല കട്ടിങ്ങാണ് വരുന്നത്, ഓപ്പൺ ടോപ്പ് അല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടോപ്പാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്.
പിന്നെ വന്നിട്ട് കുറേ ഒന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ, തേച്ചിട്ടൊന്നുമില്ല ഞാൻ. എനിക്കിപ്പോൾ ഇത് തേക്കായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം മൊത്തം ഞാനിതിൻ്റെ പിന്നാലെ ഇരിക്കേണ്ടി വരും. പിന്നെ വന്നിട്ട് ഇതും ടോപ്പ് പാൻറ്റ് ഷാള് വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ ഇങ്ങനെ വർക്ക് വരുന്ന 3 കുടുക്ക് പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കൈൻ്റെ അവിടെ വൈറ്റ് ഡോട്ട് 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 സൂപ്പറാണ്. അതേപോലെ ടോപ്പിൻ്റെ അടിയിലും വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഹൈറ്റുള്ള ആൾക്കാരെ കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതേപോലെ അതിൻ്റെ പാൻറ്റ് ഫുള്ള് ബ്ലാക്കിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് ഡോട്ട് ഡോട്ടാണ് വരുന്നത്. അലാസ്റ്റിക്കാണ് പാൻറ്റ് വന്നിട്ട്. പിന്നെ പാൻറ്റിൻ്റെ അടിയിൽ ഇതേപോലെ ബ്ലാക്കാണ് കേട്ടോ, ഫുള്ള് ബ്ലാക്കായിട്ട് അടിയിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഷാളിന് വീതി അത്ര ഇല്ല, നീളം കുഴപ്പമില്ല, ഒപ്പിക്കാൻ നീളം, വലിയ നീളവും വീതിയൊന്നും ഇല്ലാത്തൊരു ഷാളാണ് കേട്ടോ. പിന്നെ ഷാളിൻ്റെ 2 സൈഡിലും ഇതേപോലെ പാൻറ്റിൻ്റെ അടിയിൽ കൊടുത്ത പോലെ ബ്ലാക്ക് ഫുള്ള് എന്താ പറയുക വർക്കൊന്നും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ അത് കൊടുത്തേക്കണത്. പിന്നെ ഞാനൊരു വൈറ്റ് ടോപ്പ് കാണിച്ചു തന്നില്ലേ, അതും ഇതും കോംബോ വരുന്നതാണ് കേട്ടോ. എത്ര 300 സംതിങ്ങിന് 200 സംതിങ്ങിന് കോംബോ വരുന്നതാണ്. നമ്മൾ ജോലിക്കൊക്കെ പോവാൻ പെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പുകളാണ് കേട്ടോ. അത് രണ്ടും വന്നിട്ട് ഇതേപോലെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ 2 വള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവാണ്, എന്താ പറയുക ഓപ്പൺ ടോപ്പാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഏത് ബ്ലാക്ക് പാൻറ്റോ വൈറ്റ് പാൻറ്റോ റെഡോ ഗ്രീനോ യെല്ലോയോ ബ്ലൂ ഏത് പാൻറ്റ് വേണം നമുക്കിതിൽ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിങ്ങനെ കോംബോ ഓഫർ വരുന്നതാണ് കേട്ടോ. 6 പീസ് 2 എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. ഇതൊന്ന് വന്നിട്ട് ഞാൻ ഇട്ടത് ഒരെണ്ണം വന്നിട്ട് നല്ല പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലിടാൻ പറ്റുന്ന രീതിയിൽ ടോപ്പുകളാണ്. വീട്ടിലിടാം, നിങ്ങൾക്ക് ജോലിക്ക് പോവാം, ഡെയിലി ജോലിക്ക് പോയി വരുന്നവരൊക്കെ ആണെങ്കിൽ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ടോപ്പുകളാണ് വന്നിട്ട്. നല്ല രസമുള്ള പ്രിൻറ്റുകളാണ്, ഇടാൻ നല്ല സുഖമാണ്, അതാണ്. അതേപോലെ തന്നെ വേഗം ഉണങ്ങി കിട്ടും ചെയ്യും. നല്ലൊരു ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫ്ലൂറസൻ പ്രിൻ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കണ്ടോ അതിൻ്റെ പ്രിൻ്റൊക്കെ നോക്കി എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്, കുറേ കളറൊക്കെ വാരി പൊത്തിയ പോലെ ഉണ്ട്. എന്തൊക്കെയൊക്കെയോ ഉണ്ട് അതിൽ, ചിത്രങ്ങൾ എന്തൊക്കെയോ ഉണ്ട് സംഭവം. പിന്നെ എനിക്ക് ഈ ടോപ്പ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മയിലിൻ്റെ കണ്ടോ, മയിലിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു എന്താ പറയുക ഒരു ചേച്ചിയുടെ ഇങ്ങനെ, അത് നല്ല രസമുണ്ട് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ നല്ല ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. 6 10 400 300 രൂപയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമുള്ള കേസാണ്. നമ്മൾ മീഷോയിലൊക്കെ ടോപ്പ് കോംബോ ഓഫർ, കുർത്ത കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റൂട്ടാ. പിന്നെ ഇത് വന്നിട്ടൊരു ഖാദി കോട്ടൻ്റെ ടോപ്പാണ്. ഇതിനൊരു ക്രീം പാൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് എവിടെ പോയിന്ന് എനിക്കറിയത്തില്ല. നല്ല തുണിയാണ്, നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ. കളർ അളകോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല എന്താ പറയുക കോളർ ഉള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ കഴുത്തൊന്നും കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക ഇതേപോലെ തന്നെ ഉള്ളൊരു ഖാദി കോട്ടൻ്റെ ടോപ്പും പിന്നെ ഒരു പാൻറ്റുമാണ് വരുന്നത്. 3 കുടുക്ക് വരുന്നുണ്ട്. നല്ല സിമ്പിൾ വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ കയ്യിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടോപ്പാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ്, ഇടാനൊക്കെ സുഖമാണ് കേട്ടോ. പിന്നെ അതേപോലെ പാൻറ്റ് വരുന്നുണ്ട്. ബാക്കിലാണ് ഇതിൻ്റെ അലാസ്റ്റിക് വന്നിട്ട്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു കെട്ടേണ്ട ടൈപ്പാണ് കേട്ടോ. നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് ലൂസാക്കും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്, 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഈ ഖാദി കോട്ടൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ ഇങ്ങനെ പാൻറ്റും ടോപ്പൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പോക്കറ്റൊക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് പാൻറ്റൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടാറുള്ളത്. നല്ലൊരു പാൻറ് തന്നെയാണ് കേട്ടോ. കുറേ കാലം ഇതിപ്പോൾ ഇപ്പോഴൊന്നും മേടിച്ച ടോപ്പും കാര്യങ്ങളും ഒന്നും അല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 2-3 വർഷങ്ങൾക്ക് മുന്നേയും കുറേ നാളുകൾ മുന്നേയൊക്കെ മേടിച്ചിട്ടുള്ള ടോപ്പും പാൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും അത് നാശമാവാണ്ട് അമ്മ ഡെയിലി വെയർ ആയിട്ട് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇടുന്ന ടോപ്പുകളൊക്കെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ, പോളിസ്റ്റർ അല്ല, സോഫ്റ്റ് കോട്ടൺ ആണ്. ബനിയൻ ടൈപ്പ് ഉണ്ടല്ലോ, നല്ല സുഖമാണ് ഇതിടാൻ വേണ്ടി. പക്ഷെ പെട്ടെന്ന് ചുളിഞ്ഞിതാവും കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു കളറാണ്. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതേപോലെ കുടുക്കുകൾ വരുന്നുണ്ട്. 3-4 എന്നല്ല കേട്ടോ, അടി വരെ കുടുക്കുകളുണ്ട്. കൈ ഇതേപോലെ ഫുൾ സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഓപ്പൺ ടോപ്പാണ്. അതേപോലെ ഫ്രണ്ടിൻ്റെ അടിഭാഗത്തും ഇതേപോലെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. നല്ല സുഖമാണ് ഈ ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വൈറ്റും ബ്ലാക്കും ഒക്കെ ജീൻസ് ആയാലും എന്താ പറയുക പാൻ്റായാലും ലെഗിൻസ് ജഗിൻസ് ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതേപോലെ കോളറുള്ളൊരു ഫ്രോക്ക് പോലത്തെ ഒരു ടോപ്പാണ് വരുന്നത്. ഇത് അമ്മേൻ്റെയാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് കളർ ടോപ്പ് ഉണ്ടായിരുന്നു. അത് എവിടെ പോയി കീറിയെന്നാണ് തോന്നുന്നത് ഗൈസ്. അതെവിടെയോ പോയിട്ടുണ്ട്. അതെവിടെയോ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല.
നല്ല രസമാണ് ഇടാൻ വേണ്ടി. അതേപോലെ ഫുള്ളായിട്ട് എന്താ കുടുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ചുകൂടി മാമ്പഴ മഞ്ഞ ടോപ്പാണ് കേട്ടോ. അത് നല്ല രസമുള്ള കളറൊക്കെ ആയിട്ടാണ് വരുന്നത്. കൈൻ്റെ അവിടെ നോക്കും നല്ലൊരു എന്താ പറയുക പൂവിൻ്റെ പോലെ ഇങ്ങനെ നല്ല രസമായിട്ട് കിടക്കുന്ന കൈയൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അടിയത്തെ പ്രിൻ്റ് ആയാലും ഒക്കെ സൂപ്പറാണ്. പിന്നെ ബാക്കിലേക്ക് വലിച്ച് കെട്ടാനുള്ള വള്ളിയുണ്ട്. അമ്പർലയാണ് കേട്ടോ വരുന്നത്, അമ്പർല കട്ടിങ് ആണ് വരുന്നത്. പിന്നെ അതേപോലത്തെ ഒരു ടോപ്പ് തന്നെയാണ് ഇതും. ഇത് നല്ല കളറാണ് കേട്ടോ. കുറേ ആയി ഈ ടോപ്പൊക്കെ ഉള്ളത്. ഇതുമായിട്ട് കേടൊന്നുമില്ല, ചുക്കി ചുളിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. തേച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടോപ്പാണ് അതൊക്കെ. പിന്നെ കൈൻ്റെ ഇവിടെ ഇങ്ങനെ ലേസ് വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ടോപ്പിന്, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതും നേരത്തെ കാണിച്ച ടോപ്പിനും കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതും അംബ്രല്ല കട്ടിങ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ അടിയിലുള്ള ഡിസൈനൊക്കെ സൂപ്പറായിട്ടുണ്ട്. പലർക്കും ഡിസൈനൊക്കെ ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ ഈ ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ടല്ലോ, ഈ ഡ്രസ്സ് അമ്മേൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയലുണ്ട് കേട്ടോ ഞാൻ. കാരണം മീഷോന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത്. അത് കാരണം ഒരുവിധ ഡ്രസ്സൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. നല്ല രസമുള്ള ഒരു വർക്കും പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് കളർ ഇളകുന്നുണ്ടായിരുന്നു. ഇത് തനി കോട്ടൺ ആണ്. അത് കാരണം ഒന്ന് കളർ ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഇതേപോലത്തെ വൈറ്റിൽ ബ്ലാക്ക് വരുന്നത് ഗൈസ് എന്താ പറയുക, ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൈറ്റ കളറാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റിൽ ബ്ലാക്ക് വരുന്ന ഇതൊക്കെ. പക്ഷെ മഴക്കാലത്തൊന്നും ഇട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് ചെളി ആയി കഴിഞ്ഞാൽ പിന്നെ പൂവത്തും ഇല്ല. അപ്പോൾ ഇത് അമ്മ ഇങ്ങനെ ഇടാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. കൈ ഫുൾ കൈയാണ് വരുന്നത്. നല്ല രസം. അമ്പർല അല്ല, ഇതാണ് ഓപ്പൺ ടോപ്പാണ് കേട്ടോ വരുന്നത്. ഇതും അതേപോലെ ഖാദി കോട്ടനാണ്. ഫ്രണ്ടിൽ 3 കുടുക്ക് വരുന്നുണ്ട്. എന്താ പറയുക, കഴുത്ത് മറ്റേ കഴുത്താണ്, കോളർ കഴുത്താണ് കേട്ടോ വരുന്നത്. കൈൻ്റെ അവിടെയും വർക്ക് വരുന്നുണ്ട്. അടിയിൽ വർക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഇങ്ങനെ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ടോപ്പാണ്. പിന്നെ ഇത് അലാസ്റ്റിക്കാണ് വരുന്നത്. പാൻറ്റ് കണ്ടില്ലേ, നല്ല വരവരയായിട്ട് നമ്മുടെ സീബ്രയുടെ പോലെ നല്ല രസമുണ്ടല്ലേ. സീബ്ര വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്, ഇത് പിങ്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളൂ കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പാണ്. ഈ ടോപ്പൊക്കെ ഞാൻ ഓൾറെഡി മീഷോ ഹോളിന് വേണ്ടി ഒരു 5 ടോപ്പ് കാണിച്ച വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ മീഷോയിൽ എന്തായാലും കുറേ ടോപ്പുകൾ കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് കാണിക്കാണ്ട. ഇത് മാത്രമല്ല, നമുക്ക് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഒരുവിധം ടോപ്പുകൾക്കൊക്കെ ലൈനിങ് വരുന്നുണ്ട്. നല്ല കട്ടിയുള്ള ടോപ്പുകൾക്ക് മാത്രമേ ലൈനിങ് വരാത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.